എല്ലാ സ്ഥലങ്ങളിലും തെരുവ് നായ ശല്യം പ്രശ്നമാണ്. എന്നാൽ നായ്ക്കൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, അവയും ജീവജാലങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളൊരു പരിഗണന നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതായിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. ഇപ്പോൾ സുപ്രീം കോടതിയുടെയും കൂടെ ഒരു നിലപാട്, ഫൈനൽ വെർഡിക്റ്റ് ആയിട്ടില്ല, ഒരു നിലപാടൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് പരമാവധി നായ്ക്കളെ, ആ നായ്ക്കളുടെ ആരോഗ്യത്തിനും ജീവനും സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ അവയെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പാർപ്പിച്ചുകൊണ്ട് നായ് ശല്യം നാട്ടിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളൊരു നടപടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ ആനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ബോർഡിന്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ തന്നെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് നായ്ക്കളെ പാർപ്പിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ തന്നെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. താങ്കൾക്ക് അറിയാം, തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയ ആൾക്കാരെ പോലും വെളുപ്പിന് 4 മണിക്ക് പട്ടിയടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ നഗരത്തിലുള്ള ആൾക്കാരുടെ ആകെ ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തിലെ മ്യൂസിയത്തിലെ പ്രഭാത നടത്തം. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഈ നായ്പേടി വളരെ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും സത്വര നടപടികൾ? ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കോവളത്ത് ടൂറിസ്റ്റുകൾ വരുന്നതിന്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹോട്ടലുകളൊക്കെ പ്രസിദ്ധം. കാരണം ഈ വിനോദസഞ്ചാരികൾ, വിദേശികളൊക്കെ വന്ന് അവർ ഒരു നായ ഓടിക്കുകയോ കടിക്കുകയോ ചെയ്താൽ ഇന്റർനാഷണൽ ന്യൂസാണ്. അപ്പൊ തിരുവനന്തപുരത്ത് നായ്പേടിയിൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഒരു സ്പ്രെഡ് ചെയ്യുന്നതോടെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരാതായിരിക്കുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ മുമ്പിൽ വന്ന് അങ്ങ് പറഞ്ഞതുപോലെ മ്യൂസിയത്തിൽ നടക്കാൻ പോയ ഒരു കുട്ടിയെ നായ കടിച്ചപ്പോൾ അമ്മ കുട്ടിയെ രക്ഷിക്കാൻ ഓടി, അമ്മ വീണ് കൈയൊടിഞ്ഞ് അതിന് ചികിത്സാ സഹായം തേടിയ ആണ് അമ്മയും കുഞ്ഞും കൂടെ രാവിലെ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ പ്രശ്നം ഇത് പരിഹരിച്ചേ മതിയാവുള്ളൂ. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഈ മെഡിക്കൽ കോളേജ്, മറ്റുള്ള കോളേജുകൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സ്ഥലത്ത് അക്രമകാരികളായുള്ള നായ്ക്കളെ നഗരസഭയുടെ ഡോഗ് സ്ക്വാഡ്, കോർപ്പറേഷന്റെ ഡോഗ് സ്ക്വാഡ് അവരെ പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം ആദ്യം അവയെ വാക്സിനേറ്റ് ചെയ്ത് ആനിമൽ ബർത്ത് കൺട്രോൾ ചെയ്ത് അവയ്ക്ക് കൃത്യമായിട്ടുള്ള മൾട്ടി കമ്പോണന്റ് വാക്സിൻ കൊടുക്കുക. അതായത് വൈറ്റമിൻ, മിനറൽസ് ഒക്കെ അവർക്ക് ലഭിക്കുന്നതിലൂടെ കൊടുത്ത് അവരുടെ ഹെൽത്ത് നിരീക്ഷിച്ച് ഒരാഴ്ചയോളം നിരീക്ഷിച്ചതിന് ശേഷം ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നു. ഈ ഷെൽട്ടറുകളിൽ അവർക്ക് ഡീവേം ചെയ്യും, അതായത് വിര ഇളകുവാനുള്ള മരുന്ന് കൊടുത്ത് അതോടൊപ്പം തന്നെ അവയ്ക്ക് കെനിയൻ ക്രീക്ക് പോലുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ബെൽറ്റൊക്കെ കെട്ടി കോർപ്പറേഷൻ നായാണ് തിരിച്ചറിയുന്ന രീതി ഞങ്ങൾ താമസിപ്പിച്ച് പോരുകയാണ്. അവയ്ക്ക് ഓടുവാനും കളിക്കുവാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 തവണ നന്നായിട്ട് അവയെ കുളിപ്പിക്കുക. ഇങ്ങനെ ഡോക്ടർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ ഡോക്ടർ തന്നെ ഷെൽട്ടർ വിസിറ്റ് ചെയ്ത് ഇവയുടെ ആരോഗ്യം നിരീക്ഷിച്ചു പോരുന്നുണ്ട്. ഇനി നായ് സ്നേഹികൾ, മൃഗസ്നേഹികൾ, അങ്ങനെയുള്ളവർ, മാധ്യമ പ്രവർത്തകർ, അവർക്കൊക്കെ തന്നെ ഈ ഷെൽട്ടറിന്റെ ഉടമസ്ഥരുടെ പെർമിഷനോടുകൂടി ഏത് സമയവും ഷെൽട്ടർ വിസിറ്റ് ചെയ്യാം, അവിടുത്തെ ഫോട്ടോ എടുക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് ചെയ്തു പോകും. ഞങ്ങൾ 50 നായ്ക്കളെ അങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് പാർപ്പിച്ച് ഒരു പൈലറ്റ് പ്രോജക്ട് നടപ്പിലാക്കി കഴിഞ്ഞു. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ഒരു 65 നായ്ക്കൾ ഉണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ 33 ഉള്ളൂ. ആ 33 കോർപ്പറേഷൻ പിടിച്ചു. ഞങ്ങളുടെ ABC സെന്ററിൽ ഇപ്പോൾ ആനിമൽ ബർത്ത് കൺട്രോളിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.